രാജകുമാരിയും പട്ടാണിയും. പണ്ടൊരിക്കൽ വിവാഹത്തിനായി കാത്തിരുന്ന ഒരു യുവരാജനുണ്ടായിരുന്നു. അതുകൊണ്ട് യുവറാണിയെ തന്നെ വിവാഹം കഴിക്കണമല്ലോ. പക്ഷെ അമ്മ മഹാറാണിയുടെ ആവശ്യം വിവാഹം കഴിക്കുന്നത് യഥാർത്ഥ യുവറാണിയാകണമെന്നാണ്. അവളൊരു യഥാർത്ഥ യുവറാണിയാകണം. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അവരുടെ രാജ്യത്ത് ഒരു യുവറാണിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലോകം മുഴുവനും ചെന്ന് അന്വേഷിച്ചു. പക്ഷെ അവൻ പരിചയപ്പെട്ട ഓരോ രാജകുമാരികൾക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ വലിയ പാദം, അല്ലെങ്കിൽ നീളമായ മൂക്ക്, അതുമല്ലെങ്കിൽ കരയുന്ന ശബ്ദം. സത്യത്തിൽ അവനെ കൊണ്ട് യഥാർത്ഥ രാജകുമാരിയെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദുഃഖത്തോടെ തന്റെ രാജ്യത്തേക്ക് മടങ്ങി വന്നു. പിന്നെ വിവാഹം കഴിക്കുന്ന ഉദ്ദേശം മാറ്റിവെക്കണമെന്ന് പോലും തോന്നി. അവൻ മടങ്ങിയെത്തിയ ശേഷമുള്ള ഒരു രാത്രിയിൽ ഗംഭീരമായ മഴ പെയ്യാൻ തുടങ്ങി. ആകാശം മുഴുവനും മിന്നലും ഇടിയും മുഴങ്ങി. കൊട്ടാരവാസികൾ അഗ്നിയുടെ അടുത്തുണ്ടായിരുന്നു. കാറ്റിന്റെ ശബ്ദത്തിന്റെ ഒപ്പം കൊട്ടാരത്തിന്റെ കതവ് ആരോ മുട്ടുന്നത് കേട്ടു. വൃദ്ധനായ രാജാവ് തന്റെ ചെരുപ്പിട്ട് വാതിൽ തുറക്കാൻ ചെന്നു. അവിടെ ഒരു രാജകുമാരി നിൽക്കുന്നുണ്ടായിരുന്നു. കാണാൻ അവൾ എത്ര സുന്ദരിയായിരുന്നു. അവളുടെ സ്വർണ്ണമുടി ഭംഗിയായ കഴുത്തിൽ കുടുങ്ങിക്കിടന്നു. മഴവെള്ളം പട്ടിച്ചെരുപ്പുകളെ കടന്നു ഒഴുകുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ പറഞ്ഞു അവൾ ഒരു യുവറാണിയാണെന്ന്. അവൾ പറഞ്ഞു അവൾ തൻ്റെ രാജ്യത്തിലുള്ള വീട്ടിലേക്ക് അടുത്ത രാജ്യത്തിൽ നിന്നും മടങ്ങുമ്പോൾ മഴയിൽ പെട്ടുപോയെന്ന്. അത് നമുക്ക് ശരിയാക്കാം, മഹാറാണി വിചാരിച്ചു. രാജകുമാരിയെ അകത്ത് കൊണ്ടുവന്ന് ഏവർക്കും പരിചയപ്പെടുത്തി. ഞാൻ ഇതുവരെ ഇങ്ങനൊരു കഥ കേട്ടിട്ടില്ല. ശരിക്കും രാജകുമാരി ആണെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവരുടെ ശ്രദ്ധ തെറ്റിച്ചു സൂത്രക്കാരി മഹാറാണി ഒരു ഉണങ്ങിയ പട്ടാണിയെ അടുക്കള പാത്രത്തിൽ നിന്നും എടുത്തു. അതിഥി മുറിയിലേക്ക് പതുക്കെ ചെന്നു. എന്നിട്ട് യുവറാണിയുടെ കിടക്കയുടെ നടുക്കിൽ വെച്ചു. പിന്നീട് 20ഓളം വിരിപ്പുകളെ അകത്ത് കടത്തി. അലമാറയിൽ നിന്നും പട്ടാണിയുടെ മുകളിൽ ഓരോ വിരിപ്പിനെയും വിരിച്ചു വെച്ചു. മുമ്പൊരിക്കലും കാണാത്ത ഗുണമേന്മയുള്ള മെത്തകൾ. ആ എല്ലാ മെത്തകൾക്കും നല്ല ഗുണമേന്മയുണ്ടായിരുന്നു. മികച്ച ഗുണമുള്ള വസ്തുക്കൾക്ക് മാത്രമേ ആ റാണിയുടെ വീട്ടിൽ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. താറാവിൻ്റെ ചിറകുകളുള്ള മെത്തയെത്തി, ഇളം ചുവപ്പ് നിറത്തിൽ പട്ടുകൊണ്ട് തെച്ചത്. പിന്നെ പർപ്പിളിൻ്റെ നിറവും ആടിൻ്റെ രോമങ്ങളുമുള്ള മറ്റൊരു മെത്തയെത്തി. മൂന്നാമത്തത് ശുദ്ധമായ മസ്ലിൻ കൊണ്ട് നിർമ്മിച്ചതും ഉള്ളിൽ പരുത്തി നിറഞ്ഞതുമായ മെത്ത. അവിടെ വരികളുള്ള മെത്തകൾ, ചുരുൾ മെത്തകൾ, പട്ട് ലെനിൻ, പുല്ലിൻ്റെ ഗുണമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു. ഇനിയും വരുന്നുണ്ട്. മൃദുലമായ സ്വർണാക്ഷരങ്ങളുള്ള രാജകീയ ആയുധങ്ങളുടെ ചിഹ്നങ്ങളും താങ്ങിയ മെത്തകൾ. ഒടുക്കം മഹാറാണി അടുക്കി വെച്ച മെത്തകൾക്ക് മുകളിൽ 20 വിരിപ്പുകളെ വിരിക്കാൻ പറഞ്ഞു. കഴിഞ്ഞു. അവൾ ഉറക്കം തൂങ്ങി പിറുപിറുക്കാൻ തുടങ്ങി. കുറെ ആവശ്യമില്ലാത്ത ശ്രമങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ അറിയാം അവള് ശരിക്കും രാജകുമാരി ആണോന്ന്. രാവിലെ അല്പാഹാരത്തിനായി യുവറാണി താഴേക്ക് വന്നപ്പോൾ കാണാൻ ക്ഷീണിച്ചിരുന്നു. മോളെ, നീ ശരിക്കും ഉറങ്ങിയായിരുന്നു? മഹാറാണി ചോദിച്ചു. ഇല്ല, ഉറങ്ങിയില്ല എന്ന് യുവറാണി പറഞ്ഞു. ആ കട്ടിലിൽ എന്താ ഉണ്ടായിരുന്നേന്ന് എനിക്കറിയില്ല. പാറ പോലെ കട്ടിയുള്ളതും പീരങ്കിയുണ്ട പോലെ വലുതുമായിരുന്നു. എനിക്ക് തോന്നുന്നത് പീരങ്കിയുണ്ട ആയിരുന്നെന്നാ. എന്റെ ശരീരം മൊത്തം ചതഞ്ഞു. അത് കേട്ട് ഏവരും സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇവളാണ് യഥാർത്ഥ യുവറാണിയെന്ന്. ഈ അതിലോല ചർമ്മം മറ്റാർക്കും ഉണ്ടാവില്ല. ഉടൻ തന്നെ യുവരാജാവ് അവളെ ഭാര്യയായി സ്വീകരിച്ചു. ആ പട്ടാണിയെ മെത്തയിൽ നിന്നും എടുത്ത് രാജകീയ പ്രദർശനാലയത്തിൽ വെച്ചു. അവിടെ ഇപ്പോഴും അത് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.